ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബോൺസായി ഡ്രീംസ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഏതൊരു ബോൺസായി ലവറിൻ്റെയും മനസ്സ് സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ഇന്ന് ഉള്ളത് നിക്കി ബോൺസായി ഗാർഡനിലാണ്. രവീന്ദ്രൻ സാറിൻ്റെ സ്വന്തം നിക്കി ബോൺസായി ഗാർഡൻ. സൗത്ത് ഏഷ്യ ബോൺസായി ഫെഡറേഷൻ്റെ കറണ്ട് പ്രസിഡൻ്റായിട്ടുള്ള സാറിൻ്റെ ഗാർഡൻ കണ്ടാൽ നിങ്ങൾ ഏവരും ഞെട്ടും. നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ഗാർഡൻ ആയിരിക്കും. 1000-ഓ അതിലധികമോ ആയിട്ടുള്ള പ്ലാന്റ്സ്. ഈ ബോൺസായി ഗാർഡൻ ശരിക്കും ഓരോ ബോൺസായി ലവറിനും ഒരു റെഫറൻസ് ബുക്കാണ്. ഇത് കണ്ട് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ബോൺസായി എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്ത് ഏതൊക്കെ ഷേപ്പിലേക്ക് ആർട്ടിസ്റ്റിക് വേയിൽ നമുക്ക് ബോൺസായി വളർത്തണം എന്നുള്ളതിൻ്റെ ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അതിനുള്ള ക്ഷമ കാട്ടിയാൽ മാത്രം മതി. ഈ ഗാർഡൻ അറിയാത്തവർക്കായി ഞാൻ ആദ്യം തന്നെ ലൊക്കേഷൻ പറഞ്ഞു തരാം. കൂടെ ഇത് ഡിസ്ക്രിപ്ഷനിൽ ആഡും ചെയ്തേക്കാം. ഒരു ബോൺസായി ലവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ബോൺസായി ഗാർഡനാണിത്. നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഇതുള്ളത്. ട്രിവാൻഡ്രത്തുനിന്നും 50-55 കിലോമീറ്റർ മാത്രം ദൂരെ തമിഴ്നാട്ടിൽ തക്കല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പത്മനാഭപുരം പാലസിന് തൊട്ടടുത്താണ് ഇതുള്ളത്. ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ബോൺസായി ചെയ്യുന്ന ആളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഈ റൂട്ട്സ് ഗ്രോ ചെയ്യുന്ന കേസുകളാണെങ്കിലും പുതിയതായി പ്ലാന്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും, സാറും കൂടെ ഉള്ള ഒരു ദിവസമാണ് നിങ്ങളവിടെ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സാർ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. അതേപോലെ അവിടെ കുറേ ചേച്ചിമാരുണ്ട്, ഇത് പ്ലാന്റ്സിനെ പരിപാലിക്കുന്ന ചേച്ചിമാർ. അവർ നമ്മുടെ കൂടെ നല്ല ഫ്രണ്ട്ലിയാണ്. അവർ കൂടെ നടന്ന് ഓരോ കാര്യങ്ങളും കാണിച്ചു തരുകയും പറഞ്ഞു തരുകയും ഒക്കെ ചെയ്യും. ഇത് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ തൈകൾ ചെറിയ ഇപ്പം നമ്മൾ തുടക്കക്കാരാകുമ്പോൾ നമുക്ക് ബോൺസായി പ്ലാന്റ്സ് എവിടെ നിന്ന് കളക്ട് ചെയ്യണം, ഫൈക്കസ് പ്ലാന്റ്സ് ഒക്കെ എവിടെ കിട്ടും എന്നുള്ളത് എല്ലാം ഇവിടെ കിട്ടും. ഇതിൻ്റെ എല്ലാം തൈകളും ചെറിയ കട്ടിങ്സും എല്ലാം ഓൾറെഡി റൂട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും അങ്ങനത്തത് വാങ്ങണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങുകയും ചെയ്യാം. ഈ ബോൺസായി ഗാർഡൻ മൊത്തം കണ്ട് മനസ്സിലാക്കി ഓരോ ഷേപ്പിങ്ങും നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഇത് 40 വർഷത്തിൽ മുകളിലായ പ്ലാന്റ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം അത്രയും ഗ്രോത്ത് എങ്ങനെ സാർ ഇത് അച്ചീവ് ചെയ്യിപ്പിച്ചു, ഓരോ ലേണിങ്സ് നമ്മൾ ശരിക്കും ബുക്സിൽ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ട് മനസ്സിലാക്കുന്നതിലും ഉപരിയാണിത്. സാറിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഏത് പ്ലാന്റ് എങ്ങനെ വളർത്തണം, ഏത് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള പ്ലാന്റ്സ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇവിടെ വന്നാൽ സാധിക്കും. ഈ കാണുന്നത് ഓസ്ട്രേലിയൻ കാഷറീന എന്ന പ്ലാന്റ് ആണ്. സാറിന് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പല വെറൈറ്റി ഇൻ ദ സെൻസ് പല മോഡലിൽ സാർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം സാർ ഇതിൽ വളരെ ഒരു എക്സ്പേർട്ടാണ്. അപ്പം ഈ പ്ലാന്റിനെ എങ്ങനെ വളർത്താം എന്നുള്ളതിൻ്റെ പല ഐഡിയാസ് നമുക്കിവിടെ മനസ്സിലാവും. അതേപോലെ ഫൈക്കസും അല്ലാത്തതുമായിട്ടുള്ള ബോൺസായിക്ക് പറ്റുന്നതായ എല്ലാത്തരം പ്ലാന്റ്സും സാറ്, ഈ ട്രോപ്പിക്കൽ കണ്ടീഷനിൽ വളരുന്ന എല്ലാ പ്ലാന്റ്സും സാറിൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് കയ്യിലുള്ള പ്ലാന്റ്സ് ഇപ്പം മേ ബി ഒരു 5-10 ഇയേഴ്സിനുള്ളിലുള്ളതാണെങ്കിൽ അതിനെ എങ്ങനെ കൂടുതൽ നന്നായി ഷേപ്പ് ചെയ്യാം എന്നുള്ള ഐഡിയാസൊക്കെ നമുക്ക് ഇതൊരു ലിവിങ് റെഫറൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ആരും ഈ ഒരു ചാൻസ് മിസ്സാക്കരുത്. ഈ ഒരു നിക്കി ബോൺസായി എന്ന് പറയുന്ന ഗാർഡൻ വിസിറ്റ് ചെയ്യാണ്ട് പോകാൻ പാടില്ല. സാറ് പലപ്പോഴായി ഈ ബോൺസായി ഗാർഡനിൽ വെച്ച് ക്ലാസ്സസ് എടുക്കാറുണ്ട് പുതിയ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതേപോലെ തന്നെ കേരള ബോൺസായി അസോസിയേഷൻ്റെ ക്ലാസ്സസും സാറ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ട്രിവാൻഡ്രത്ത് കേരള ബോൺസായി അസോസിയേഷനിൽ സാറ് വന്ന് നമുക്ക് ഓരോന്നും പഠിപ്പിച്ച് തരുന്നതാണ്. അപ്പോൾ അതിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇതിനെപ്പറ്റി കൂടുതലായി അറിയാനുള്ളൊരു ചാൻസ് കിട്ടും. കേരള ബോൺസായി അസോസിയേഷൻ്റെ ഔട്ട്ലെറ്റിൽ നമുക്ക് എല്ലാത്തരം പോട്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വയറിങ്ങിന് ആവശ്യമുള്ള അലൂമിനിയം വയേഴ്സ്, ആവശ്യമുള്ള ഫെർട്ടിലൈസേഴ്സ്, പിന്നെ നമുക്ക് പ്ലാന്റ്സിൻ്റെ എല്ലാം ചെറിയ
കുഞ്ഞു പ്ലാൻസും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കോ അതോ അല്ലെങ്കിൽ പ്ലാൻസിൻ്റെ കളക്ഷൻസ് കുറവായിട്ടുള്ളവർക്കോ അവിടെ വന്നായാലും നമുക്ക് പ്ലാൻസ് വാങ്ങാവുന്നതാണ്. കൂടെ ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ അറിവും മനസ്സിലാവും. അപ്പം നമ്മുടെ പ്ലാൻസിനെ എങ്ങനെ കൂടുതൽ ബെറ്റർ ആക്കാം എന്നുള്ളതിനെ പറ്റി ഐഡിയാസ് ഉണ്ടാവുകയും ചെയ്യും. സോ പറ്റുന്നവർ തീർച്ചയായും വന്ന് ഇതേപോലത്തെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പല യൂട്യൂബ് വീഡിയോസും കാണാറുണ്ട് ബോൺസായി എങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. ചിലതൊന്നും നമ്മൾ ബോൺസായി ആയിരിക്കില്ല അവർ എടുത്ത് കാണിക്കുന്നത്. നമുക്ക് ശരിക്കും ബോൺസൈസ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും അതീതമായിട്ട് സാറ് പറയുന്നത് പോലെ അതിൻ്റെ എസ്തെറ്റിക് ലുക്സ്, ആർട്ടിസ്റ്റിക് ലുക്ക്, നാച്ചുറൽ എങ്ങനെയാണ് നമ്മളൊരു പ്ലാന്റ് നിൽക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ പ്ലാന്റിനെ നമ്മൾ ഒരു പോട്ടിൽ വളർത്തുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം അതിൻ്റെ ഒരു ക്ലിയർ റെഫറൻസാണ് നമുക്കിവിടെ കിട്ടുക. സാറും ആ രീതിയിൽ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രം നോക്കി ചെയ്യുക എന്നുള്ളതല്ല സാറിൻ്റെയും ഐഡിയോളജി. സോ അത് നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ആർക്കും സാറിനെ സമീപിക്കാം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനിൽ സാറിൻ്റെ എനിക്ക് ബോൺസായിയെ പറ്റിയുള്ള റെഫറൻസസ് കൊടുത്തേക്കാം. നിങ്ങളത് കണ്ട് മനസ്സിലാക്കി സാറിൻ്റെ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ സാറിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം എനിക്കിതിൽ ഒന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നില്ല. കാരണം ഞാനൊരു ബോൺസായി ലവർ ആയതുകൊണ്ട് എനിക്ക് ഓരോ പ്ലാന്റും ഓരോ ജീവൻ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഓരോന്നിനും അതിൻ്റേതായ ഒരു ലൈഫ് സ്റ്റോറി പറയാനുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. സോ അതുകൊണ്ട് ഞാൻ ഒന്നും കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ഓരോന്ന് കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങൾ അല്ല ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ്. ബട്ട് ഞാൻ കണ്ട കാഴ്ചകൾ അതേപടി ഒപ്പിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ പറ്റുന്നത്ര ക്ലാരിറ്റിയോടുകൂടി ഞാൻ ഓരോ പ്ലാന്റിൻ്റെയും അടുത്ത് ചെന്ന് എല്ലാ ഡീറ്റെയിലും കാണത്തക്ക വിധത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ സമയമെടുത്ത് കാണുക, എല്ലാം മനസ്സിലാക്കുക. നിങ്ങളുടെ പ്ലാൻസിനും ഇതേപോലത്തെ ഐഡിയാസ് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. തീർച്ചയായും ഈ ഗാർഡൻ വിസിറ്റ് ചെയ്യുക. എന്തുകൊണ്ടും ആപ്റ്റായിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഇത് പ്ലേസ് ചെയ്തേക്കുന്നത്. ഈ ഗാർഡൻ ആർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനുമാണ്. അതേപോലെ പ്ലാന്റ്സിന് വളരാൻ പറ്റിയ ഒരു അന്തരീക്ഷവും കൂടെ ഉണ്ട്. ഈ ഗാർഡനകത്ത് തന്നെ ഒരു അരുവിയും പോകുന്നുണ്ട്. അപ്പം ആവശ്യമുള്ള വെള്ളം എല്ലാം ഇവിടെ കിട്ടും. സമയക്കുറവുണ്ടെങ്കിൽ പോലും സാറ് കൃത്യമായി അത് പ്രൂൺ ചെയ്ത് അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാതെ പരിപാലിക്കുന്നുമുണ്ട്. സോ എന്തുകൊണ്ടും നല്ലൊരു സ്ഥലവും നല്ലൊരു ലൊക്കേഷനും നോക്കാൻ പറ്റിയ ആൾക്കാരും എല്ലാമുള്ള ഒരു ഗാർഡനാണ്. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ബോൺസായിയുടെ എല്ലാം ശരിക്കുള്ള അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ലുക്ക് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഓരോ ബോൺസായിയും നമ്മൾ സെപ്പറേറ്റായിട്ട് എടുത്ത് കാണേണ്ടതാണ്. ശരിക്കും നമ്മൾ ബോൺസായിസ് കാണുന്നത് ഏതെങ്കിലും ഷോസിലോ ഒക്കെ ആണല്ലോ. അപ്പോൾ അവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പക്ഷേ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ മൊത്തത്തിൽ ഒരു ഗാർഡനിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഓരോ ബ്രാഞ്ചസിൻ്റെയും ബ്രാഞ്ച് സെലക്ഷൻസും ആ മൊത്തത്തിലുള്ള ഷേപ്പും ഒക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഓരോന്നും ഒരു റെഫറൻസ് പീസ് പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന പ്ലാന്റ്സാണ്. സോ നിങ്ങൾ അതിൻ്റെ ഓരോ പ്ലാന്റിൻ്റെ അടുത്ത് അതിൻ്റേതായ സമയം സ്പെൻഡ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം രാവിലെ തന്നെ എത്തിയാൽ നല്ല ഭംഗിയായിട്ട് കാണാം. ആ ഒരു ക്ലൈമറ്റിൽ നമ്മൾ ഓരോ പ്ലാന്റിനെയും രാവിലെ തന്നെ കാണുമ്പോൾ അതിൻ്റേതായ ഒരു ലുക്ക് തന്നെ വേറെ ആയിരിക്കും.
സോ നമ്മൾ ഏകദേശം വീഡിയോയുടെ എൻഡിലേക്ക് എത്തുവാണ്. എനിക്ക് കാണിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ലൈവായിട്ട് അവിടെ ചെന്ന് തന്നെ ഈ പ്ലാൻസ് കാണാൻ പറയുവാണ്. ഇത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതൊരു ശരിക്കും ഒരു മിസ്സായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും അവിടെ പോകണം, അത് കാണണം. നിങ്ങൾക്ക് അതൊരു ലൈഫ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.